ഏതാണ്ട് ഒരു മാസമായിട്ട് ഞാൻ റിപ്പീറ്റ് അടിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സോങ്ങാണ് ഈ തേരെ പാസ്മേ എന്നുള്ളത്. അതായത് മെയിൻ വാപ്പസ് ആവുക എന്നുള്ള മൂവിയിലെ സോങ്. ഇർഷാദ് കാമിൽ എഴുതി AR റഹ്മാൻ സംഗീതം ചെയ്ത ഈ ഒരു പാട്ടിന്റെ ഒരു ബാക്ക് സ്റ്റോറി. ഇപ്പൊ സോങ് നിങ്ങളുടെ മനസ്സിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കുക, ഇത് ശ്രേയ ഘോഷാലാണ് പാടിയിരുന്നെങ്കിൽ എങ്ങനെ അതിന്റെ ഒരു ഔട്ട്പുട്ട് വരുമായിരുന്നു എന്നുള്ളത്. ഞാൻ അങ്ങനെ സങ്കല്പിച്ച് നോക്കിയപ്പോഴൊക്കെ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ കേൾക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി മനോഹരമായിട്ട് ശ്രേയ ഘോഷൽ ഈ പാട്ട് റെൻഡർ ചെയ്യുമായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഈ ഒരു പാട്ട് മറ്റൊരു ഗായികയ്ക്ക് കൊടുക്കുകയാണ്. അതായത് ഈ സോങ്ങിന്റെ ഫീമെയിൽ വേർഷൻ പാടിയിരിക്കുന്ന ദീപാലി സഹായ്. മുമ്പ് ഏതോ ഒരു മ്യൂസിക് ഷോയിൽ വളരെ നിരാശയോടുകൂടി പുറത്തായ ഒരു ഗായികയാണിത്. ഈ സോങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദീപാലി സഹായ് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് കേട്ടതാണ്. ഇതിന്റെ കമ്പോസിഷൻ, റെക്കോർഡിംഗ് ആൻഡ് റെൻഡറിങ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു റീ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് പുള്ളിക്കാരത്തെ വീണ്ടും വിളിക്കുകയാണ്. എന്നിട്ട് കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ട്യൂൺ കുറച്ച് ടഫായിരുന്നു. പെട്ടെന്ന് ആർക്കും അതങ്ങനെ പാടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാട്ടായിരുന്നില്ല. കേൾക്കുന്ന പാട്ടിനേക്കാൾ കുറച്ചും കൂടെ സംഗതീസൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് ഈ ഒരു സോങ്ങിനെ റീവർക്ക് ചെയ്തു. റീവർക്കിംഗ് എന്ന് പറയുന്നതിനേക്കാൾ ഇതൊരു റിയലൈസേഷനാണ്. അതായത് പാട്ട് പഠിച്ചിട്ടില്ലാത്തതോ അല്ലെങ്കിൽ പാട്ട് പാടാനോ ഒരു കഴിവുകളും ഇല്ലാത്ത ഒരാൾ കൂടി ഈ ഒരു പാട്ട് പാടണം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കാം. അങ്ങനെ എല്ലാവർക്കും ഈസി ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ് പെട്ടെന്ന് വൈറലാകുന്നത്. ആ ഒരു റിയലൈസേഷൻ ശരിക്കും വർക്കായി. ഇന്ന് നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റിൽ ചിലപ്പോൾ ഈ ഒരു സോങ് ഉണ്ടാവും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു മൂവിയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. നമസ്കാരം, അമൃതാണ്. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഇംതിയാസ് അലി. പിന്നെ അദ്ദേഹവും AR റഹ്മാൻ കോംബോയും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പൊയറ്റിക് മാനറിലാണ് ആ ഒരു സിനിമയുടെ ഓരോരോ ചലനങ്ങളും. അപ്പോൾ ഈ സിനിമയ്ക്കകത്തും AR റഹ്മാൻ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുമ്പോഴത്തേക്ക് വലിച്ചുവാരിയുള്ള സ്കോറിംഗ് ഒന്നും ഇതിന് ആവശ്യമില്ല. എന്നാൽ ഈ സിനിമയുടെ മൂഡ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ AR റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെയാണ്. പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫി. അത് എടുത്തു പറയേണ്ടത് ഇവരിട്ടിരിക്കുന്ന ആ ഒരു സെറ്റും ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു വേൾഡ് ബിൽഡിംഗ് ആയിരുന്നാലും. രണ്ട് കാലഘട്ടമാണ്, നോൺ ലീനിയർ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. പക്ഷെ നോൺ ലീനിയർ ആണെങ്കിൽ കൂടി ഓരോരോ ഇൻസ്റ്റിങ്സിൽ നിന്ന് ഇങ്ങനെ സ്വിച്ച് ആവുന്ന ഒരു രീതിയിലാണ്. അതായത് പാസ്റ്റിൽ നിന്ന് പ്രസന്റിലേക്കും പ്രസന്റിൽ നിന്ന് പാസ്റ്റിലേക്കും ഉള്ള ഒരു ഫാസ്റ്റർ സ്വിച്ചിങ്. ആ ഒരു എഡിറ്റിംഗ് പാറ്റേൺ ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. ഡയറക്ടർ ഇംതിയാസ് അലി, റൈറ്റർ ഇംതിയാസ് അലിയും നയനിക മഹദാനി രണ്ടുപേരും കൂടി ചേർന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫർ സിൽവർസ്റ്റർ പഠിച്ചാൽ പൊട്ടാത്ത പേര് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഫോറിനറാണെന്ന്, പക്ഷെ അത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തിനെ കുറിച്ച് മോർ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. എഡിറ്റർ ആർത്തി ബജാജ്, ഗംഭീര എഡിറ്റിംഗ്. ആർട്ട് ഡയറക്ടർ തിരുപ്പതി ചാവൻ, സെറ്റ് ഡെക്കറേറ്റർ റോഹിനി മോണ്ടാൽ, കോസ്റ്റ്യൂം ഡിസൈനർ ശീതൽ ശർമ്മ, മേക്കപ്പ് സച്ചിൻ ജാദേവ്. ഇംതിയാസ് അലിയുടെ ആ ഒരു ടെക്നിക്കൽ ടീം എന്ന് പറയുന്നത് ടോപ്പ് നോച്ചാണ്. പിന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ മലയാളി സാന്നിധ്യം വല്ലതും ഉണ്ടോ? ഇല്ല. സോ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇന്ത്യ വിഭജനവും അന്ന് പാകിസ്ഥാനിൽ നിന്ന് ജീവനും കൊണ്ട്, അതായത് ഒരു മൊമെന്റിൽ നമുക്കിതൊന്നും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് ഒരു ദിവസം നമുക്ക് നാട് വിടേണ്ടി വരുന്ന ഒരവസ്ഥ. ഇനി ആ ഒരു രാജ്യത്തിലേക്ക് എത്തിയാലും നമ്മൾ ആദ്യം അവിടെ റെഫ്യൂജീസാണ്. പിന്നെ സ്ലോലി നമ്മളെ മനസ്സിലാക്കി സിറ്റിസൺഷിപ്പൊക്കെ തന്നാണ് ആ ഒരു രാജ്യത്തിൻ്റെ പൗരനായി മാറുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു ഫാമിലി അനുഭവിക്കുന്ന ഒരു ട്രോമ, അതിനിടയിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇംതിയാസ് അലി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ലവ് അഫെയർ, പിന്നെ ഈ വിഭജനമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടന്ന കലാപങ്ങളും അതിൻ്റെ ഒരു ആഫ്റ്റർമത്തും ആ ഒരു ട്രാജിക് ഇൻസിഡൻറ്റിനെയൊക്കെ നന്നായിട്ട് സിനിമയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോരോ ആക്ടേഴ്സും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഉപരി നസറുദ്ദീൻ ഷായുടെ ആ ഒരു ക്യാരക്ടർ ഗംഭീരമായിട്ട് അദ്ദേഹം ആ ഒരു കഥാപാത്രത്തിന് അവതരിപ്പിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ആ ഒരു കഥാപാത്രം അനുഭവിക്കുന്ന ഒരു ട്രോമ, അദ്ദേഹം ഒരു ഡിമെൻഷ്യ പേഷ്യൻ്റാണ്, അദ്ദേഹത്തിൻ്റെ ഓരോരോ ചിന്തകൾ, ഇതെല്ലാം നസറുദ്ദീൻ ഷാ എന്നുള്ള ഒരു ആക്ടർ ആ ഒരു കഥാപാത്രമായിട്ട് അങ്ങോട്ട് ലിറ്ററലി ട്രാൻസ്ഫോം ആയിരിക്കുമായിരുന്നു. മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കൽ ഇൽനെസ് അതങ്ങോട്ട് ഓരോരോ ഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ കുറേ കോമഡികളൊക്കെ ഉണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് ഓരോരോ ഘട്ടങ്ങളും അത് കടന്നു പോകുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ആ ഒരു കഥാപാത്രത്തോടുള്ള സ്നേഹവും അദ്ദേഹം അനുഭവിക്കുന്ന ഒരു പെയിനും അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്കിങ്ങനെ ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു സീറ്റഡ് ക്യൂരിയോസിറ്റി സിനിമ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നസറുദ്ദീൻ ഷാ എന്ന ആക്ടറെ നമുക്ക് കാണാനില്ലായിരുന്നു, അതിനപ്പുറത്തേക്ക് ആ ഒരു കഥാപാത്രം മാത്രമായിരുന്നു സിനിമയിൽ. ആ കഥാപാത്രമായിട്ട് അദ്ദേഹം അങ്ങനെ ജീവിക്കുമായിരുന്നു. അതുപോലെ ലീഡ് ആക്ടേഴ്സ്, ഇദ്ദേഹത്തിൻ്റെ ചെറുമകനായിട്ട് വന്ന ദിൽജിത്ത്, ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച വേദാങ് റൈന, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ലീഡ് ആക്ട്രസ് ഷർവാരി, ഗംഭീര അഭിനയം. ഇവർ തന്നെയുള്ള ആൽഫയിലും ഉള്ളത് ആളും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സ് എല്ലാം അവരവരുടെ പാട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിനിമയെ അങ്ങനെ ഒരു പൊയറ്റിക് മാനർ അല്ലെങ്കിൽ ആ ഒരു റിഥം തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് എ ആർ റഹ്മാൻ്റെ മ്യൂസിക്കാണ്. അതെനിക്ക് തോന്നുന്നു എ ആർ റഹ്മാൻ എല്ലാ സിനിമകളിലും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാറില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഈ സിനിമയ്ക്കകത്ത് അദ്ദേഹം നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അത് സിനിമയിൽ നന്നായിട്ട് അനുഭവിച്ചറിയാനുണ്ട്. ആകെയുള്ളൊരു നിരാശ എന്ന് പറയുന്നത് ഈ സിനിമ നമ്മുടെ നാട്ടിലുള്ള തിയേറ്റേഴ്സ് ഒന്നും എടുത്തിട്ടില്ല. മേ ബി ഹിന്ദി സിനിമയാണ്, ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമ അല്ല എന്നുള്ളതുകൊണ്ട് ആരും കാണത്തില്ല എന്നുള്ളൊരു മുൻവിധി കൊണ്ടായിരിക്കാം. പക്ഷേ ഈ സിനിമ ആറ്റിങ്ങൽ ഡ്രീംസിലോ അല്ലെങ്കിൽ വർക്കലയിലൊക്കെ എടുത്തിട്ട് ഉറപ്പായിട്ടും ആളുകൾ വന്ന് കാണുമായിരുന്നു. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂവിയാണ്. ഞാനിത് PVR-ലാണ് കണ്ടത്. PVR-ലൊരു ഓർഡിനറി സ്ക്രീനിലാണ് കണ്ടത്. അത് മേ ബി തിയേറ്ററിൻ്റെ ഒരു സൗണ്ട് പ്രൂഫിംഗ് കൊണ്ടായിരിക്കും. അതായത് ഈ 7.1 സറൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സൈഡ് വാൾസിൽ മാത്രമാണ് സ്പീക്കേഴ്സ് വരുന്നത്. മുകളിലത്തെ ആ ഒരു സെറ്റ് ഓഫ് അറേ സ്പീക്കേഴ്സ് ഉണ്ടാകത്തില്ല. അത് ശരിക്കും ഒരു അറ്റ്മോസ് എക്സ്പീരിയൻസ് കിട്ടത്തില്ല, എങ്കിലും തെറ്റില്ലാത്തൊരു ഓഡിയോ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ വളരെ ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു മൂവിയാണ്. നിങ്ങൾക്ക് ഇതിനി എത്ര ദിവസം ട്രിവാൻഡ്രത്ത് കിട്ടുമെന്ന് അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഒരു ഷോ ആയിരുന്നു, അത് ഈവനിങ്ങിലുള്ളൊരു ഷോ ആയിരുന്നു. എന്തായാലും PVR-ൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിടിച്ച് കാണാൻ പറ്റിയേക്കാം. അപ്പം സിനിമ എനിക്ക് ഒത്തിരി വർക്കായി. പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ അനുഭവിച്ച കുറേ യാതനകളൊക്കെ ഈ സിനിമയ്ക്കകത്ത് നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ മൂവി എനിക്ക് വർത്തായിരുന്നു. സോ ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. Thank you for watching and thank you for supporting me.